ഹായ് സുഹൃത്തുക്കളെ, മഞ്ഞുമ്മൽ ബോയ്സ് ഈ സിനിമ ഞാൻ കണ്ടു. അപ്പം കുറേ നാളുകൾക്ക് മുമ്പ് ഒരു സംഭവം നടന്ന എല്ലാവരും അറിഞ്ഞു കാണും. ഈ തായ്ലൻഡിലെ വുഹാൻ എന്ന് പറയുന്ന ഗുഹയാണെന്ന് തോന്നുന്നു. ഒരു ഭയങ്കര വലിയൊരു ഗുഹയാണ്. അപ്പോൾ കുറേ പിള്ളേർ ഫുട്ബോൾ കളിച്ചിട്ട് ആ ഗുഹയ്ക്കകത്ത് കയറിയായിരുന്നു. എന്നിട്ട് മഴ പെയ്തപ്പോഴത്തേന് ഈ ഗുഹ അടഞ്ഞ് ഈ കുട്ടികൾ ആ ഗുഹയ്ക്കകത്തൂടെ കയറി ഏതാണ്ട് 8 കിലോമീറ്ററോളം കണ്ട് നടന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ മഴ പെയ്ത് ആ ഗുഹയുടെ വന്ന വഴി അങ്ങ് അടഞ്ഞു. പിന്നെ ഈ പിള്ളേർക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ ആ സിനിമ അതിൻ്റെ ആ ഒരു സംഭവം നടന്നതിന് ശേഷം അതൊരു സിനിമ ആക്കിയായിരുന്നു. ആ സിനിമ കണ്ടപ്പോഴാണ് ആ ഒരു സംഭവത്തിൻ്റെ സീരിയസ്നെസ് അല്ലെങ്കിൽ ആ പെട്ടുപോയതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തോന്ന് മനസ്സിലായ. കാരണം അത് കണ്ടാൽ മനസ്സിലാവും. ഞാനത് അല്ലാതെ പറയുന്നില്ല. അത് ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഒരു മനുഷ്യനത് ചിന്തിക്കുന്നതിനപ്പുറമാണ്. അതൊക്കെ രക്ഷപ്പെടുത്തി എടുക്കുന്നതായി. കാരണം ആ സിനിമ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ആ സിനിമയുടെ പേര് സത്യം പറഞ്ഞാൽ അതൊരു ഇന്ത്യൻ സിനിമയല്ല, വിദേശ സിനിമ തന്നെയാണ്. ഞാൻ തമിഴ് ഡബ്ഡ് കിട്ടിയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞൊന്നും അതല്ല, മഞ്ഞുമ്മൽ ബോയ്സ്. അപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് മഞ്ഞുമ്മൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു 3-4 സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്ന് കൊടൈക്കനാൽ ടൂർ പോകും. നമ്മൾ കൊടൈക്കനാൽ പോയിട്ടുള്ളതുകൊണ്ട്, ഞാൻ പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ ആ സ്ഥലങ്ങളൊക്കെ നല്ലപോലെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ പോയപ്പോഴും അവിടെ എഴുതിയിട്ടുണ്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ. അല്ലെങ്കിലും അവിടെ നിന്നല്ല, ഒരുവിധം ഫോറസ്റ്റ് ഏരിയകളിലൊന്നും നമുക്ക് ചിലയിടത്തോട്ടൊന്നും കയറാൻ അനുവാദമില്ല. അതിക്രമിച്ച് കയറുന്നതിന് വനം നിയമപ്രകാരം അത് കുറ്റകൃത്യമാണ്. അപ്പോൾ ഈ സിനിമയ്ക്കകത്തും കൊടൈക്കനാൽ ആ ഒരു ഭാഗത്ത് ഗുണ കേവ് എന്ന് പറഞ്ഞാൽ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കമലഹാസൻ്റെ ഗുണ 1994 സിനിമയാണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടതാണ്. നമ്മൾ കമലഹാസൻ്റെ പടമല്ല, നമ്മൾ തമിഴ് പടം വിടത്തില്ലല്ലോ. അപ്പോൾ ഗുണ സൂപ്പർ പടമാണ്. അപ്പോൾ ആ സിനിമയുടെ പാട്ടാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. പിന്നെയാണ് മനസ്സിലായത് എന്തോട് ബന്ധമെന്ന്. അപ്പോൾ അവിടെ ഗുണ കേവ്, അവിടെ ഷൂട്ടിങ്ങൊക്കെ നടന്ന അവിടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് സുഹൃത്തുക്കളാരെ സിനിമയിൽ അഭിനയിച്ചേക്കുന്ന സൗബിൻ, ശ്രീനാഥ് ബാസി, പിന്നെ ഗണപതി അവരൊക്കെയാണ്. അപ്പം ശ്രീനാഥ് ബാസിയും സൗബിനുമാണ് മെയിൻ. ശ്രീനാഥ് ബാസി ആ ഗുണ കേവിലോട്ട് ചെല്ലുമ്പോൾ ഒരു കുഴിക്കകത്ത് പെട്ടുപോകും. ആ കുഴി എന്ന് പറഞ്ഞാൽ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത കുഴിയാണ്. അങ്ങനെ കുഴിക്കകത്ത് അങ്ങ് ഒരുപാട് അടിയിലങ്ങ് പോയി ഒരിടത്ത് തട്ടി നിൽക്കും. അപ്പോൾ അവിടുന്ന് ഈ സൗബിനാണ് ഇത് ഇറങ്ങി രക്ഷപ്പെടുത്തുന്നത്. ഇതാണ് സിനിമ. അപ്പോൾ അറിയാലോ, സർവൈവൽ ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രക്ഷപ്പെട്ടു വരിക. മെയിനായിട്ട് സംഭവം അതാണ്, നമ്മൾ സർവൈവ് ചെയ്ത് വരിക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പോക്കാലിപ്റ്റോ ഒരു സർവൈവൽ ത്രില്ലർ പടമാണ്. ധനുഷിൻ്റെ മരിയൻ തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു 1 ഓഫ് ദ ബെസ്റ്റ് സർവൈവൽ ത്രില്ലറാണ്. പിന്നെ 1000-ലൊരുവൻ അതിനെ ഒരു അഡ്വഞ്ചർ സർവൈവലൊക്കെ ആയിട്ട് കൂട്ടാം. സർവൈവൽ ത്രില്ലർ ധാരാളം ഉണ്ട്, ഒരുപാട് പടങ്ങളുണ്ട്. അപ്പോൾ ഈ പടം ഇപ്പോൾ അടുത്തിടയ്ക്ക് മലയാളത്തിൽ മലയും കുഞ്ഞെന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി. അപ്പോൾ ഈ പടങ്ങളുടെ പ്രത്യേകം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സിനിമ തുടക്കം കണ്ട് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന വരെ ഇങ്ങനത്തെ പടങ്ങൾ നല്ല രീതിയിൽ എൻഗേജ് ആയിരിക്കും, നല്ല കണ്ടിരിക്കാൻ രസമായിരിക്കും. ഈ ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ക്ലൈമാക്സിൽ സംഭവിക്കുന്ന കാണാനുള്ളൊരു ത്വരയായിരിക്കും. അതിൻ്റെ ഇടയ്ക്കൊന്നും നമുക്കതൊരു ഭയങ്കര ഒരു വിരസത തോന്നും. അതാണ് ഈ സർവൈവൽ ത്രില്ലറിൻ്റെ പ്രത്യേകതകൾ. അത് ഏത് പടം എടുത്താലും അതങ്ങനെയാണ്. പിന്നെ മരിയാൻ നോക്കുവാണെങ്കിൽ മരിയാനകത്ത് കുറേ അല്ലാത്ത എലമെൻറ്റ്സൊക്കെ ഉണ്ട്. അതാ ഒരു പെട്ടുപോകുന്ന പടമാണെങ്കിലും ഇതുപോലെ കുഴിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂമിൽ അടച്ചിട്ട് അങ്ങനെയൊന്നുമല്ല. മരിയൻ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ സർവൈവൽ ത്രില്ലർ പടങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അത് ഈ സിനിമയ്ക്കും ഉണ്ട്. മലയും കുഞ്ഞ് കണ്ടാൽ മതി. നമ്മൾ ആ ഉരുൾപൊട്ടൽ ആ സിനിമയിൽ ഉണ്ടാകുന്ന വരെ നല്ല രസമായിരുന്നു. അത് ഉണ്ടായതിന് ശേഷം പിന്നെ എത്രയും പെട്ടെന്ന് അവർ രക്ഷപ്പെടുന്നത് കാണാൻ വേണ്ടിയുള്ള ഇതാണ്. അത് ഈ പടങ്ങളുടെ ഒരു ഇതാണ്. മലയാളത്തിൽ പൊതുവേ എവിടെ നടന്നാലും അത് വെച്ചൊരു സിനിമ എടുത്തിരിക്കും. അത് ഈ മലയാള ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. എവിടെയെങ്കിലും ഒരു സംഭവം നടന്നാൽ കണ്ടാൽ മതി, അപ്പോഴേ അത് വെച്ചൊരു സിനിമ എടുക്കും. ഇവിടെ സ്ക്രിപ്റ്റ് ദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണ്. കാരണം ഓൾറെഡി നല്ല സ്ക്രിപ്റ്റ് എഴുതി പടം ചെയ്യുന്നത് വളരെ കുറവാണ്. അതായിരിക്കും ഒന്നാമത്തെ കാര്യം. അപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് എന്നെ സംബന്ധിച്ചൊരു ഇമോഷണലി നല്ല കണക്റ്റായ പടമാണ് കേട്ടോ. കാരണം അവരുടെ ആക്ടിങ്ങും ആ ഫ്രണ്ട്ഷിപ്പും ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ലതാണ്. അവരുടെ ബോണ്ടിങ് ഒക്കെ സെറ്റപ്പാണ്. അതുകൊണ്ട് ഇമോഷണലി നല്ല കണക്റ്റായ പടമാണ്. പക്ഷേ ഇതാണ് ഒരു സിനിമാറ്റിക് എന്നുള്ള രീതിയിൽ ഇതൊരു ഈ സർവൈവൽ ത്രില്ലർ പടങ്ങളുടെ ഒരു ക്ലീശേ ഇതുണ്ടല്ലോ, അതായത് ഒരു തീം, അതേപോലെ തന്നെയാണ് ഇതും. അതുകൊണ്ട് ഇത് നമ്മൾ വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ആവറേജ് പടമായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. അപ്പം ഇതാണ് മഞ്ഞുമ്മൽ ബോയ്സ്.